ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ്. വേറെ കറിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നു, സവോള, പച്ചമുളക്. ചട്ടി ചൂടായി. ഇനി ഞാനിതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ചൂടായപ്പോഴേക്കും അതിനകത്തേക്ക് കട്ട് ചെയ്ത സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു. നല്ല ഒരു മണം വരും കേട്ടോ. ഇതിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി വഴറ്റിയിട്ട് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. വേകാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ചു. ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ തക്കാളി കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി റെഡിയായി. ഇതൊരുപാട് വേവിച്ച് കഴിഞ്ഞാൽ അവിഞ്ഞ് അങ്ങ് പോകും. മൊത്തം അങ്ങ് അവിഞ്ഞ് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പം ഇതാണ് തക്കാളി മെഴുക്ക് പുരട്ടി. വളരെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു മെഴുക്ക് പുരട്ടി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ചോറുണ്ണാൻ നല്ലതാണ്. ഈ ഒരു കറി മാത്രം മതി. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.